പിന്നൊന്നും വരില്ല ഇങ്ങോട്ട്. അപ്പൊ ഇങ്ങനെയാണ് അത് തുടങ്ങണം. നമുക്ക് ആ സങ്കീർത്തനം ഒന്ന് പാടാം. കർത്താവേ എന്നിൽ കുറ്റമാരോപിക്കുന്നവനിലങ്ങ് കുറ്റമാരോപിക്കണമേ, എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ, കവചവും പരിചയം ധരിച്ച് എന്റെ സഹായത്തിന് വരണമേ, ഞാനാണ് നിന്റെ രക്ഷയെന്നെന്റെ പ്രാണനോടരുളി ചെയ്യണമേ. അതിന്റെ ട്യൂൺ മറന്നുപോയി, അതാ പ്രശ്നം, ട്യൂൺ മറന്നുപോയി. എന്റെ ജീവൻ വേട്ടയാടുന്നവരെ ലജ്ജിതരും അപമാനിതരും ആക്കണമേ, എനിക്കെതിരെ തിരിയട്ടെ. മതി ഇല്ല, ഒരു സങ്കീർത്തനം കൂടി പാട്. ഏതായാലും 150 സങ്കീർത്തനത്തിന് ട്യൂൺ കൊടുത്ത് നിങ്ങൾ ആദ്യത്തെ ദിവസം ഇവിടെ ഒരു മഹാവ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം യോഹന്നാൻ പറഞ്ഞ മാതിരി അവൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും നിങ്ങൾ അവനെ അറിഞ്ഞില്ല. അദ്ദേഹം മൈക്ക് ഓണാണല്ലേ? ആ, സ്പീക്കർ ഓണല്ല. കണ്ടോ, മൈക്കർ ഓണായാലും സ്പീക്കർ ഓണായില്ലെങ്കിൽ എന്താ? ഓക്കെ, ഏതാ ഇപ്പൊ കേൾക്കാമോ? അപ്പൊ ഇവിടെ ആദ്യത്തെ ദിവസം നമ്മുടെ മുൻപിൽ ഇരുന്നിരുന്ന അദ്ദേഹം നവോദയ ജിജോ ആണ്. നവോദയ ജിജോ, അതായത് കേരളത്തിലെ എല്ലാ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളുടെ എല്ലാം നിർമ്മാതാവും ലോകപ്രശസ്ത കാര്യം എന്തായാലും ഐഡിയൽ കുട്ടിച്ചാർത്തൻ എന്ന 3D ഫിലിമിന് ഈക്വലൻ്റ് ആയിട്ട് ഇപ്പോഴും ഇന്ത്യയിൽ ഒരു ഫിലിം ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ നിർമ്മാതാവും ഡയറക്ടറും അതിൻ്റെ ബ്രെയിനായിരുന്നു. ഇപ്പൊ പറയാൻ പോകുന്നത് അദ്ദേഹം 15 വർഷം മുമ്പ് ഞാനുമായിട്ടൊരു വാഗ്വാദത്തിലായി, ചെന്നൈയിൽ വെച്ചിട്ടാണ്. അപ്പോ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസാനം പറഞ്ഞു, നിങ്ങൾ ഈ ആത്മീയരായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ ഞാൻ പോവുകയാണ്, എനിക്ക് നാളെ ലണ്ടനിൽ ഷോ ഇട്ട് പോവാണ് എന്നും പറഞ്ഞ് അദ്ദേഹം പോണ നേരത്തെ ഞാൻ പറഞ്ഞു, ജിജോ പ്ലീസ് റിമെമ്പർ all your creativity comes from the creator. അതെന്ത് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്, അതാണ് ഒരു പ്രവചനം. അതൊരു പ്രവചനമായിരുന്നു. All your creativity comes from the creator. Therefore, unless you offer it for the glory of the creator, you will not be satisfied. ഇങ്ങനെ അങ്ങ് വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ ഇദ്ദേഹം ലണ്ടനിൽ നിന്ന് ഫോൺ വിളിച്ചു, ബ്രദർ ആ പറഞ്ഞത് എൻ്റെ അകത്ത് ഇങ്ങനെ റിസൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Now I recognize all my creativity. എന്നിലുള്ള എല്ലാ കഴിവുകളും ദൈവത്തിൽ നിന്നാണ്. അടുത്ത് ബ്രദറിന്റെ ധ്യാനം എവിടെയാണ്? എനിക്ക് അത് ഉടനെ കൂടണം. അപ്പോൾ പിറ്റേ ആഴ്ച എവിടെയായിരുന്നു? നമ്മുടെ ഉപ്പാണി അച്ഛൻ്റെ ചിറ്റൂര് ധ്യാനം ഉണ്ടായിരുന്നു. പുള്ളി ലണ്ടനിൽ നിന്ന് വന്ന് നേരെ പുള്ളിയും നവോദയ അപ്പച്ചനും അമ്മയും ഇദ്ദേഹവും കൂടി ആ ധ്യാനം കൂടി. അന്ന് മുതൽ പുള്ളി എൻ്റെ നമ്മുടെ ടി വിയിലായി. ആര്? ഈ ഇത്രയും വലിയ ആർട്ടിസ്റ്റ്, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഫിലിം ഡയറക്ടറും ബ്രെയിനാണ്. പിന്നെ അദ്ദേഹം ഓഫീസിലിരുന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സഹായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മളോട് കർത്താവ് പറയാണ്, ഇതൊക്കെ പ്രവചനമാണ്.
നീ ഇനി പാട്ട് എഴുതണ്ട എന്നോട് പറഞ്ഞു. ഷോ അപ്പോൾ അവിടെ നമ്മുടെ കാസറ്റുകൾ ഇങ്ങനെ ചുട്ട് ബ്ലാക്കിൽ വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തോമസ് പോളിൻ്റെ കാസറ്റ് 30 രൂപ 35 രൂപ. ഈ ഹോട്ടലിൽ പോകുമ്പോഴൊക്കെ അവിടെ ഇതാരൊക്കെ തോമസ് പോളിൻ്റെ കാസറ്റ് വിൽക്കണേ. ഇവിടെ അലക്സ് ഒരു കാലത്ത് നമ്മുടെ ടീമിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. അലക്സിനെ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്ന തമാശയാണ്. അപ്പം അന്ന് ഈ മനസാക്ഷി എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കാസറ്റ് ഉണ്ടായിരുന്നു മനസാക്ഷി. ഏറ്റവും ഡിമാൻഡ് ആ കാസറ്റിനായിരുന്നു. അപ്പം കാസറ്റ് സ്റ്റോളിൽ അലക്സ് സെയിൽസിന് നിൽക്കുകയാണ്. ആൾക്കാർ വന്നിട്ട് മനസാക്ഷി ഉണ്ടോ, മനസാക്ഷി ഇല്ലാതെ പറഞ്ഞില്ലല്ലോ. അലക്സ് ദേഷ്യം വന്നിട്ട് ആൾക്കാർ മനസാക്ഷിയുടെ കളി. യു ഡോണ്ട് റിമെമ്പർ? ഓ, ജനം മനസാക്ഷിയുടെ കാസറ്റിന് വേണ്ടി തടിച്ചു കൂടിയിരുന്നു. പക്ഷെ കാസറ്റ് ഇല്ല. കാസറ്റ് സ്റ്റോളിൽ നിൽക്കുന്ന ആൾക്ക് പിരികേറിട്ട് പറയും മനസാക്ഷി ഇല്ലെന്ന് പറഞ്ഞില്ല. എനിവേ, അപ്പൊ ഇങ്ങനത്തെ ചില തമാശകളാണ്. അപ്പൊ ഈ ജിജോ എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോട് ഇനി പാട്ടൊന്നും എഴുതണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര മനപ്രയാസമായി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഈശോ പറയാണ്, ഞാൻ എഴുതിയ 150 പാട്ടുകളും നിങ്ങൾ എന്താ പാടാത്തത്? ഷോ അപ്പോഴാണ് ഒരു വലിയ തെറ്റായ ബോധ്യം മാറി. നമ്മുടെ പാട്ടൊന്നും അല്ല വേണ്ടത്, ഈശോ തന്നെ എഴുതി അഥവാ ദാവീദിലൂടെ പ്രവചനമായിട്ട് തന്ന പ്രവചന ഗീതങ്ങളാണ് 150 സങ്കീർത്തനം. അതോരോന്നിനെ കുറിച്ചും കൂടുതൽ പഠിക്കാനുള്ള പ്രചോദനം ഉണ്ടായി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു, തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ. അപ്പൊ ഇതെന്തിനാണ് കുർബാനയിൽ ഇത് പാടണത്? അത് 19-ാം സങ്കീർത്തനമാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ കരവേലയാണ്. തൻകരവിരുതല്ലോ. ആ കരവിരുത് എങ്ങനെയാണ് ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ദൈവം ഉണ്ടാക്കിയത്? തൻ്റെ വചനത്തിലൂടെയാണ്. ആ വചനം ഇപ്പോൾ വായിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ആ വചനമാകുന്ന ദൈവത്തെ സ്തുതിക്കുന്നു എന്നതാണ് അവിടുത്തെ പ്രസക്തി. ഒരിക്കൽ ഒരു അച്ഛൻ ഈ ഗാനം കുറേ കൂടി മധുരമായ ഒരു ട്യൂണിൽ പാടി. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ട്യൂൺ. അതിങ്ങനെയാണ്, ഞാനൊന്ന് പാടാൻ ശ്രമിക്കാൻ കേട്ടോ. ഇത് പാട്ടുകാരോടൊന്നും നമ്മൾ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അമ്പരമനവരതം മതി. തങ്കരവിരുതല്ലോ മതി. അപ്പോൾ ഈ അന്ന് അത് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ സംഗീതത്തിൽ പോയി. അപ്പം അച്ഛൻ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് സംഗീതത്തിൽ അല്പനേരം ഒന്ന് ഇരിക്കുകയാണ്. ഒരു നേരം നിന്ന് പാട്ടൊക്കെ പാടി, നന്നായിട്ട് പാടി. അപ്പം ഞാൻ അച്ഛനെ അഭിനന്ദിച്ചു. അച്ഛോ, എത്ര മനോഹരമായിരിക്കുന്നു ഈ സങ്കീർത്തന ഭാഗം. ഇതെല്ലാ ദിവസവും പാടിയാൽ എന്താ, അറ്റ്ലീസ്റ്റ് ഞായറാഴ്ചയെങ്കിലും. പക്ഷേ അച്ഛനത് പാടുന്നുണ്ടെന്ന് ഞാൻ എല്ലായിടത്തൊന്നും പാടുന്നില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അച്ഛനറിയാമായിരിക്കും, എങ്കിലും എൻ്റെ അകത്ത് വരുന്നൊരു ആശയം ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു ബ്രദറെ പറയും. അത് മറ്റേ സൂത്രമില്ലേ, അതുകൊണ്ട് മാറ്റിയോ? എവിടെ നിൽക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഈ സങ്കീർത്തനം സീറോ മലബാർ കുർബാനയിലെ വചന ശുശ്രൂഷയ്ക്ക് മുൻപ് പാടുന്നതിൻ്റെ പ്രസക്തി എന്താണെന്ന് ഞാനൊരു സൂചന പറയാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഈ അമ്പരം അനവരത, ഈ അമ്പരം
ഈ ആകാശം. അപ്പോൾ അത് POC ബൈബിൾ അനുസരിച്ച് അങ്ങനെ POCയുടെ ഇപ്പൊ പുതിയതാക്കി. ആ പഴയ ഇതനുസരിച്ച് ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു വാനവിധാനങ്ങൾ. അപ്പൊ അതായത് ഈ ആകാശവും വാനവിധാനങ്ങളും ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. ഇവയെ സൃഷ്ടിച്ചത് അങ്ങയുടെ കരവിരുതാണ്. ആ തൻ കരവിരുത് എന്ന് പറയണത് യേശുവാകുന്ന വചനമാണ്. ആ യേശുവാകുന്ന ദൈവപുത്രനാകുന്ന ആദിയിലുണ്ടായ വചനത്തിലൂടെയാണ് ഈ അമ്പരം, ഈ ആകാശം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത്. ആ വചനത്തെ ഞങ്ങൾ വാഴ്ത്തിപ്പാടുന്നു. അതാണ് ഇനി നിങ്ങൾ ഇവിടെ വായിക്കാൻ പോകുന്നത് എന്ന് പറയല്ല. ഈ അച്ഛനൊന്ന് ചാടി എഴുന്നിട്ട്, തോമസ് പോളെ, ഞാനിതിന്നേ വരെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ, നിനക്കിതെങ്ങനെ മനസ്സിലായി? എന്നിട്ട് അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചു. ഇനി എനിക്ക് അതൊന്ന് മനസ്സിലാക്കി ഒന്ന് പാടാൻ പറ്റും. അതാണ് സങ്കീർത്തനത്തിൻ്റെ ഒരു പാഠം. സങ്കീർത്തനം മനസ്സിലാക്കാതെയും പാടാം, പക്ഷെ മനസ്സിലാക്കി പാടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ദിവ്യാനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിലേറ്റവും അഗ്രഗണ്യനാണ് വിശുദ്ധ അഗസ്തീനോസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതാണ്, അദ്ദേഹം മരിക്കുന്ന സമയത്ത്, മരിക്കുന്നതിന് മുൻപ് ആ ദിവസങ്ങളിൽ സങ്കീർത്തനം എല്ലാം എഴുതി വെച്ച് അത് പിതാവ് പറഞ്ഞിരിക്കുന്നത് അത് വായിച്ച് പശ്ചാത്തപിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പശ്ചാത്തപിക്കുകയായിരുന്നു. എനിവേ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഞങ്ങൾ ഈ സങ്കീർത്തനങ്ങൾക്ക് ട്യൂൺ കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് നവോദയ ജിജോ ഓഫീസിലിരിക്കുന്ന പുള്ളിക്ക്, അപ്പോൾ ഇപ്പോൾ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ഒരു സന്ദേശം ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിന് സംഗീതത്തിൽ വലിയ താല്പര്യമുണ്ട്. അദ്ദേഹം സിനിമയുടെ ഡയറക്ടർ മാത്രമല്ല, അദ്ദേഹം ഒരു സംഗീതജ്ഞൻ കൂടിയാണ്. അങ്ങനെ ഈ 150 സങ്കീർത്തനത്തിൽ ഞങ്ങളിതിന് ട്യൂൺ കൊടുക്കാൻ പറ്റിയ ഭാഗവതന്മാരെ അന്വേഷിച്ചിട്ട് എല്ലാവരും പറഞ്ഞ് അത് കട്ടയ്ക്കൊക്കില്ല, കുറച്ച് മാറ്റം വരുത്തണം. പക്ഷേ കർത്താവ് പറഞ്ഞു മാറ്റം വരുത്താതെ തന്നെ ട്യൂൺ കൊടുക്കണം. അങ്ങനെ ഷാജിയും നമ്മുടെ ഗായക സംഘവും ജിജോവും ഓഫീസിൽ ദിവസങ്ങളോളം ഇരുന്ന് പ്രാർത്ഥിച്ച് ഈ 150 സങ്കീർത്തനങ്ങൾക്കും ട്യൂൺ കൊടുത്ത്, അങ്ങനെ ഈ ലോകപ്രശസ്ത സിനിമാ ഡയറക്ടർ 150 സങ്കീർത്തനവും ബൈ ഹാർട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഒറ്റ പ്രവചനമാണ്. എന്തായിരുന്നു ആ പ്രവചനം? ജിജോ, all your creativity come from the Creator. Unless you offer for the glory of Creator, you will not be happy. അതിനുശേഷം അദ്ദേഹം കൊമേഴ്സ്യൽ ഫിലിം പിടിച്ചിട്ടില്ല, പിടിക്കണ്ടെന്ന് തീരുമാനിച്ചു. മാത്രമല്ല, ഫിലിം ഇൻഡസ്ട്രിയിലുള്ള സംവിധായകരെയും ഫിലിം പ്രൊഡ്യൂസേഴ്സിനും സംവിധായകരെയും അവരുടെ റിന്യൂവൽ ഓഫ് ദ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഈ മൗണ്ട് സെന്റ് തോമസിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചു. അപ്പൊ ഈ വിശദീകരണ ധ്യാനമെല്ലാം പുള്ളിയെ വളരെ ആകർഷിച്ചു. പുള്ളി പറയുന്നത്, ഈ ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി കം ഫ്രം ദ ഹാർട്ട്. അപ്പൊ എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് പേരുടെ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുമാരുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ നല്ല ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ, നല്ല സിനിമ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരെല്ലാം വിളിച്ചുകൂട്ടി അങ്ങനെ ഒരു ശുശ്രൂഷ നടത്തി. അങ്ങനെ ഒരുപാട് ഫിലിം ഡയറക്ടേഴ്സ് അവരുടെ ഹൃദയത്തിൽ പുതിയ ആശയങ്ങളും അവരുടെ ഹൃദയത്തിലുള്ള തെറ്റായ ബോധ്യങ്ങളും മാറ്റാൻ സാധിച്ചു. എനിക്കിപ്പോൾ അവരുടെ പേരൊന്നും അറിയില്ല. അവര് പലരും നല്ല ഫിലിം ഡയറക്ടേഴ്സായിട്ട് മാറിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പോഴത്തെ സബ്ജക്റ്റ്,
നമ്മളെല്ലാവരിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. ആ ക്രിയേറ്റിവിറ്റിയും ഈ മനസാക്ഷിയും അബോധ മനസ്സും ഉപബോധ മനസ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ജീസസ് വണ്ടർ എന്ന അനിമേഷൻ ഫിലിം സീരീസ് ഉണ്ടാക്കാൻ പലരെയും സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഞാൻ സമീപിച്ചിട്ട് ആർക്കും അത് സാധിച്ചില്ല. അവസാനം ഈ പാവപ്പെട്ട എന്നെ കൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് എഴുതിച്ചു. ഞാൻ എങ്ങനെ എഴുതി? ഞാൻ പറഞ്ഞു, ഓൾ ക്രിയേറ്റിവിറ്റി കം ഫ്രം ക്രിയേറ്റർ. ഓ ക്രിയേറ്റർ സ്പിരിറ്റ് ഡ്വെല്ലിംഗ് വിത്തിൻ മീ. എന്നിലൂടെ അങ്ങ് എഴുതണേ. അങ്ങനെ ആണ് അതിൻ്റെ സ്ക്രിപ്റ്റ് മുഴുവനും പരിശുദ്ധാത്മാവ് തന്നെ എഴുതിച്ചു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വീണ്ടും ഒരു വർക്ക്ഷോപ്പിലേക്ക് ഇറങ്ങുകയാണ്. ഈ വർക്ക്ഷോപ്പിൽ ഇപ്പൊ നമ്മൾ കാലത്ത് മുതൽ കേട്ട കാര്യത്തിന്റെ സാരാംശത്തിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇതിന്റെ ശീർഷകത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ? നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും. ഇത് സത്യം സത്യം സത്യമാണ്. അതിൻ്റെ ആദ്യത്തെ അത്ഭുതമാണ് ഈ നിൽക്കുന്ന തോമസ് പോൾ. ഈ പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ അത്ഭുതകരമായ കാര്യങ്ങൾ. ഓരോ ദിവസവും ഒരു അത്ഭുതമാണ്, ഓരോ ദിവസവും. അപ്പം നമ്മുടെ വിശുദ്ധീകരണത്തിനായി നമ്മൾക്ക് നൽകിയിട്ടുള്ള, ഇപ്പോൾ ഒരു സഹോദരി വന്ന് ചോദിച്ചു, പാസീവ് പ്യൂരിഫിക്കേഷൻ, ആക്റ്റീവ് പ്യൂരിഫിക്കേഷൻ. എന്താ ആക്റ്റീവ് പ്യൂരിഫിക്കേഷൻ? അതാണ് ഈ പ്രാർത്ഥന മുഴുവനും. നമ്മുടെ ആത്മാവിൽ അഥവാ നമ്മുടെ അബോധ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന തെറ്റായ ബോധ്യങ്ങളും അശുദ്ധിയും നമ്മൾ തന്നെ വിശുദ്ധീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഈശോ കാലുകഴുകൽ ശുശ്രൂഷ എന്നത് ഒരു അപ്പസ്തോലന്മാരെ പൗരോഹിത്യം, അഭിഷേകം, വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം സ്ഥാപനത്തിൻ്റെ മുൻപ് ആദ്യം ചെയ്തത് അവരെ ശുദ്ധീകരിക്കുന്ന ഒരു ശൈലി കാണിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈശോ അതെല്ലാം വളരെ എളുപ്പം മനസ്സിലാവുന്ന ഒരു ശൈലി. എന്താ? നമ്മളായാലും പണ്ടൊക്കെ പുറത്ത് ഇറങ്ങിയാൽ വീട്ടിൽ വരുമ്പോൾ കാല് കഴുകും, ഇല്ലേ? നമ്മൾ അതൊക്കെ ഒരു മൊന്തയും വേദനയൊക്കെ വെച്ചേക്കുണ്ടായിരുന്നില്ലേ പണ്ടൊക്കെ? എന്ന പോലെ പുറത്ത് പോയി വരുമ്പോൾ കാല് കഴുകണം. അതായത് അത് നമ്മുടെ ആന്തരിക വിശുദ്ധീകരണമാണ്. ഈ ആന്തരിക വിശുദ്ധീകരണം നമ്മളിൽ എല്ലാ ദിവസവും നടക്കണം. കാരണം എല്ലാ ദിവസവും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരുപാട് മേഖലകളിലൂടെ നമ്മളിൽ പല അശുദ്ധിയും കടന്നു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഒരു മാഗസിൻ നോക്കിയാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബ്, ഫേസ്ബുക്ക് ചുമ്മാ തുറന്നാൽ മതി, പല കാര്യങ്ങളും അകത്തേക്ക് ഇങ്ങനെ ഇരച്ച് കയറുകയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ വിശുദ്ധീകരണ പ്രാർത്ഥന നടത്തണം. ഏതുപോലെ നമ്മൾ രാവിലെ എണീറ്റാൽ ആദ്യം തന്നെ മുഖം കഴുകുന്നു, വായ കഴുകുന്നു, വയറ് കഴുകുന്നു, കുടിക്കുന്നു, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നു. എന്നാൽ നമ്മുടെ അകത്തെ വിശുദ്ധീകരിക്കുന്നുണ്ടോ? നമ്മുടെ മനസാക്ഷിയെ വിശുദ്ധീകരിക്കണ്ടേ? നമ്മുടെ അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, സുബോധ മനസ്സ്. അപ്പൊ ഈ അബോധ മനസ്സിൽ കിടക്കുന്ന മലിനതകൾ നമ്മൾ മനസ്സിലാക്കാതെ നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നു. ഒരു വളരെ പ്രസിദ്ധനായ ഒരു സൈക്കാട്രിസ്റ്റിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചത്, ഈ ആന്തരിക വിശുദ്ധീകരണ ധ്യാനം നടത്തുന്നതിന് മുമ്പ് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചു. അദ്ദേഹം പറയുന്നത്, അവർ ഇന്നർ വൂൺസ് ആർ ഡിക്റ്റേറ്റിംഗ് അവർ ലൈഫ്. അത് നമ്മളിൽ അബോധ മനസ്സിൽ കിടക്കുന്ന മുറിവുകൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തെ ഡിക്റ്റേറ്റ് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, നമ്മുടെ ജീവിതത്തെ നയിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മൾ ഒരു കല്യാണത്തിന് ക്ഷണമുണ്ടായി. അപ്പോ
നമ്മൾ മനസ്സിലാക്കി ആ കല്യാണത്തിന് വരുന്ന വ്യക്തിയിൽ ഒരാള് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുമായിട്ട് ഒരു വാഗ്വാദമുണ്ടായി, ഒരു നീരസമുണ്ടായ ഒരു വ്യക്തിയാണ്. ഓ, അയാൾ വരുന്നുണ്ടോ? ആ, അയാൾ വരും. ഓക്കെ ഓക്കെ ശരി. എന്നിട്ട് നമ്മൾ പറഞ്ഞു, അയാൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറ്റില്ല. കാരണം അയാൾ അന്ന് എന്നോട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് എന്നെ വളരെ വേദനിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് വരണില്ല. ഇപ്പം എന്ത് സംഭവിച്ചു? അയാൾ 10 വർഷം മുമ്പ് പറഞ്ഞ കാര്യം ഈ ആന കന്നത്ത് വെച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ മാതിരി നമ്മളിപ്പോഴും കൊണ്ടു നടക്കാം. നമ്മളെല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന പഠിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. വിശാല ആത്മാവേ ഞങ്ങളെ വിശദീകരിക്കണേ, കരുണക്കൊന്ത ചെല്ലുന്നുണ്ട്, ഇതെല്ലാം ചെല്ലുന്നുണ്ടെങ്കിലും ആ ഒരു മുള്ള് നമ്മുടെ അകത്ത് ഇപ്പോഴും നമ്മളെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ, ഇപ്പൊ സങ്കീർത്തനത്തിന്റെ അർത്ഥം മനസ്സിലായില്ലേ? നിന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ, ഞാനാണ് നിന്റെ രക്ഷയെന്നെൻ്റെ പ്രാണനോടരുളി ചെയ്യണമേ. ഈ സങ്കീർത്തനത്തിന് ട്യൂൺ ചെയ്യാൻ വന്ന ആള് ട്യൂൺ ഉണ്ടായത് ഇങ്ങനെയാണ്. ഒരു പേര് പറയണോ? പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ മറ്റൊരു വശം പറഞ്ഞോ? അത് പറഞ്ഞോ? അത് പറയാം. അപ്പൊ അദ്ദേഹത്തിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നത് മുറുക്ക് ഈ വെറ്റില മുറുക്കില്ലേ. അപ്പൊ ഇദ്ദേഹൻ്റെ അടുത്ത് വന്നേക്കണത്, എനിക്ക് മുറുക്ക് എന്ന് പറഞ്ഞാൽ ശരിയല്ലേ, വെറ്റിലയും പുകലയും മുറുക്കണ സ്വഭാവത്തിൽ നിന്നും മാറാൻ പറ്റണില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഈ സങ്കീർത്തനം കർത്താവ് കാണിച്ചു തരാം, നിന്നെ പിന്തുടരുന്നവരെ. അപ്പോ ഈ മുറുക്ക് ഉണ്ടായത് മുതൽ അത് നിന്നെ പിന്തുടരുകയാണ്. അതെങ്ങനെ ഉണ്ടായത്? അത് ഈ ഭാഗവതന്മാര് ഞങ്ങൾ പിള്ളേര് പഠിക്കാനിരിക്കണവരെ പറയും, താൻ പോയിട്ട് ഒരു 2 മുറുക്കാൻ മേടിച്ചോണ്ട് വാ, ഒരെണ്ണം താൻ അടിച്ചോ, ഇങ്ങനെ പറഞ്ഞ് പിള്ളേരെ മുറുക്കാൻ മേടിക്കാൻ വിടും. അപ്പൊ നമുക്ക് അവര് പിള്ളേരെ അവർക്കൊരു സന്തോഷമല്ല, അവർ മുറുക്കാൻ തുടങ്ങും. അങ്ങനെ കയറി വന്ന സ്വഭാവം ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പൊ അതിനെ കുന്തമെടുത്ത് തടയണേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് അതിനെ മോചിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ സങ്കീർത്തനം പാടി നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കൂട്ടത്തില് അതിന് ട്യൂണും കൊടുക്കും. അങ്ങനെയാണ് അത് മനോഹരമായ ട്യൂൺ ഉണ്ടായത്. എനിവേ, അപ്പം ഈ നമ്മളിൽ ഇപ്പൊ ഈ ഒരു വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് ഒരാള് ഒരു മനപ്രയാസം ഉണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട്, ഏത് കരിസ്മാറ്റിക്കാർക്കാണ് കൂടുതൽ പറയാനാ, ബാക്കിയുള്ള ആൾക്ക് മുറിവോ ഒന്നും നോക്കാറില്ല, അവരത് പോകും. അയാളവിടെ ഉണ്ട് ചോദിച്ചിരിക്കത്ത പോയി പണിയുന്നതോട്ട്. നമുക്കെല്ലാം മുറിവാണ്, എന്നാൽ നമ്മളെല്ലാവരും വലിയ ഹീലിംഗ് മിനിസ്ട്രി നടത്തുന്നവരുമാണ്. ഞാൻ ആ പ്രയർ മീറ്റിൽ പോവില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്നിട്ട് അയാളെ എന്നെ നോക്കിയ പോലുമില്ല. അത് മതി, പോലില്ല. അപ്പോ പറഞ്ഞു വരുന്നത്, ദ ഇന്നർ വൂൺസ് ആർ ഡിക്റ്റേറ്റിംഗ് അവർ ലൈഫ്. ശരിയായില്ലേ? ഇപ്പോ നമ്മുടെ ജീവിതത്തെ പണ്ട് 10 വർഷം മുമ്പ് നമ്മുടെ അകത്ത് വന്ന ഒരു വെറുപ്പ് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യണമെന്ന്. ഇങ്ങനെ വേണോ നമ്മൾ ജീവിക്കാൻ? അപ്പം അതാണ് നമ്മളെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ പ്രാർത്ഥന, വിശായുടെ ദിവ്യാത്മാവേ, അങ്ങനെയാണ് ഞാനത് ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങിയത്. വിശായുടെ തിരുശരീരമേ, വിശായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണം. ഇത് തന്നെ പ്രാർത്ഥിച്ചാലും മതി. പലതരത്തിലുള്ള വിശദീകരണ പ്രാർത്ഥനയുണ്ട്. അങ്ങയുടെ വചനം എന്നെ ശുദ്ധീകരിക്കട്ടെ. പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എന്തായാലും ഈ വ്യക്തിപരമായ പ്രാർത്ഥന നമ്മൾ മനസ്സിലെത്തി പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മളിലുള്ള ഒരുപാട് ഹിഡൻ, നമ്മുടെ അബോധ മനസ്സിൽ കിടക്കുന്ന
ഞാനിത് ഇനി നിർത്താൻ കേട്ടോ, നിങ്ങൾ ബോറടിച്ചെന്ന് വിചാരിക്കരുത്. ഇത് മാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ഒരു മിനിറ്റ് നമുക്ക് ഒന്നുകൂടി പ്രാർത്ഥിക്കാം അല്ലേ? നമുക്ക് തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എനിക്കറിയില്ല പരിശുദ്ധാത്മാവേ. എല്ലാവരും, എനിക്കറിയില്ല പരിശുദ്ധാത്മാവേ. എൻ്റെ അബോധ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന തെറ്റായ ബോധ്യങ്ങളും എന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ തടസ്സപ്പെടുത്തുന്ന, നിർവീര്യമാക്കുന്ന, ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, എൻ്റെ അഭിഷേകത്തെ തുറക്കാത്ത, എൻ്റെ വരദാനങ്ങളെ അഭിഷേകമാക്കാത്ത എന്തെല്ലാം മലിനതകളുണ്ടോ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി കത്തി പടരണമേ. എൻ്റെ അബോധ മനസ്സിൽ പടരണമേ. ഇനി നിങ്ങൾ മൗനമായി പ്രാർത്ഥിക്കും. എൻ്റെ അബോധ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവേ പടരണമേ. എൻ്റെ അബോധ മനസ്സിൻ്റെ ഉള്ളിൽ കയറി എൻ്റെ അബോധ മനസ്സിൻ്റെ ഉള്ളിൽ തുറക്കണമേ. അതിലടഞ്ഞു കിടക്കുന്ന തെറ്റായ മലിനതകളെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഇനി ഒരല്പസമയം നിങ്ങൾ മൗനമായി ഇങ്ങനെ നിങ്ങൾ തന്നെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. ദാഹത്തോടെ ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, മനസ്സാക്ഷി, ഇതിലുള്ള മലിനതകളെ വെളിപ്പെടുത്തി തരികയും അതിനെ പിഴുതു മാറ്റുകയും അതിനെ എരിയിച്ച് കളയുകയും ചെയ്യണമേ. ശരബല ഹലബല 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 ശരബല ഹലബല ഹലബല ശരബല ശരബല ശരബല. അങ്ങയുടെ കൃപാവരത്താൽ, അങ്ങയുടെ കൃപാവരത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ കൃപയാൽ എന്നെ കഴുകണമേ. അവിടുത്തെ കൃപാ സമുദ്രത്തിൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. അപ്പം നമുക്കൊരു സൂചന പോലെ കിട്ടാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ, ചില സംഭവങ്ങൾ, ചില തെറ്റായ ബോധ്യങ്ങൾ. എന്നിൽ വാഴും ആത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ, മനസാക്ഷിയിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ, ചിന്തകളിൽ പടരണമേ. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രാർത്ഥനാ ശൈലി. മനസ്സിലായോ? ഇത് ഇപ്പം നമ്മളൊന്ന് പ്രാർത്ഥിച്ചു, ചിലപ്പോൾ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലായേക്കാം. എങ്കിൽ അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിച്ച് പുറത്ത് കഴിയുമ്പോൾ ഇന്ന് തന്നെ നിങ്ങളിൽ കൂടുതൽ ശക്തമായ അഭിഷേകമുണ്ടാവും. പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ മേഖലയിൽ, പരസ്നേഹത്തിൻ്റെ മേഖലയിൽ എന്തെങ്കിലും വിരോധം ആരോടെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ശുശ്രൂഷകരോടോ വൈദികരോടോ സന്യസ്തരോടോ ബിഷപ്പുമാരോടോ മാർപ്പാപ്പയെക്കുറിച്ച് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ കേട്ടുകയോ അത് സ്വീകരിക്കുകയോ അതിനെ തിരസ്കരിക്കാതെ താലോലിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്ക് എന്നുള്ള വാക്ക് ഞാൻ പറയാറില്ലെങ്കിലും ശരിക്കും നമ്മളിലുള്ള അഭിഷേകത്തിനെ തടസ്സപ്പെടുത്തും.
ഒരിക്കലും ഒരാളിങ്ങനെ പറഞ്ഞു, മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞു ശരിയായില്ല. ഞാൻ പറഞ്ഞു, എന്താ ഈ പറയണേ നിങ്ങൾ? അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. എൻ്റെ അകത്ത് അറിയില്ല, എനിക്കങ്ങ് ഭയങ്കര ഒരു പ്രയാസമായി. മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. എന്തോ സിംഗപ്പൂര് മാർപ്പാപ്പ വന്നപ്പോൾ എന്തോ പറഞ്ഞ കാര്യമാണ്. അത് പോപ്പുലർ മീഡിയയിൽ പലരും പറയും. നമ്മളത് കണ്ടുകൊണ്ട് അത് കേട്ടുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞതിനെ വിമർശിക്കരുത്, അരുത് അരുത് അരുത്. പരിശുദ്ധാത്മാവ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനമാണ് ഒരു മാർപ്പാപ്പയിലൂടെ സഭയിൽ നടക്കുന്നതെന്ന് വിശുദ്ധ അഗസ്തീനോസ് എല്ലാം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. സഭ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയാണ്. നമ്മുടെ ശരീരത്തിന് ആത്മാവ് എന്ന പോലെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ആവുന്ന സഭയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞാൽ ഇച്ചിരി കൂടി പോവും. നമ്മുടെ ഇത് റിട്രീറ്റ് അല്ല, ഇത് എന്താണ്? വർക്ക്ഷോപ്പാണ്, വർക്ക്ഷോപ്പ്. അതുകൊണ്ട് നമ്മൾ ഇനി വർക്ക്ഷോപ്പിലേക്ക് പോവുക. പക്ഷേ ഇതനുസരിച്ച് നിങ്ങൾ ഇനി പ്രാർത്ഥിക്കണം. ഇവിടെ കൊണ്ട് നമ്മൾ തീരുന്നില്ല, ഇവിടെ കൊണ്ട് നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ നാളെ തന്നെ നിങ്ങൾ ഈ വെളുപ്പിന് എണീറ്റ് ഇത് വെച്ച് ഒരു റൗണ്ട് ഇന്ന് രാത്രിയോ പ്രാർത്ഥിക്കണം. അങ്ങനെ കുറച്ച് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അഭിഷേകത്തിന് ഭയങ്കര വ്യത്യാസം ഉണ്ടാവുന്നത് കാണാൻ പറ്റും. വരദാനങ്ങൾ വളരെയധികം കളർഫുൾ ആകും, പ്രവചനം ക്ലിയർ ആകും, ധൈര്യമുണ്ടാകും, എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, നമുക്കിങ്ങനെ നിർത്താം ഇപ്പം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമതൊന്ന് നമ്മൾ പറയാൻ എനിക്ക് ഒന്നും കൂടി എനിക്ക് ഒരു ഫോഴ്സിൽ അല്ലെങ്കിൽ കുറേ കൂടി നമ്മൾ പഠിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവ്. ഡൊമിനും വിവിഫിക്കാൻഡം എന്ന ഒരു ചാക്രിക ലേഖനമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രസിദ്ധമായ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായ ഒരു പ്രബോധനം. എന്തോ ഭാഗ്യവശാൽ എൻ്റെ ആരംഭകാലത്ത് തന്നെ ഞാൻ ഒരിക്കൽ അച്ഛന്മാർക്കൊരു ക്ലാസ് കൊടുക്കുമ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു അച്ഛൻ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഹാവ് യു റെഡ് ഡൊമിനും വിവിഫിക്കാൻഡം? ഞാൻ പറഞ്ഞു, അത് പ്രൊനൗൺസ് ചെയ്യാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് ഡൊമിനും എറ്റ് വിവിഫിക്കാൻഡോ? അതിൻ്റെ അർത്ഥം ഇതാണ്, ദ ലോർഡ് ആൻഡ് ദ ഗിവർ ഓഫ് ലൈഫ്. കർത്താവും ജീവദാതാവും എന്ന് ആ നൈസൈൻ ക്രേഡോയിൽ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ ഈ അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പറയും, നീ പറയണ പല കാര്യങ്ങളും ബ്രദർ പറഞ്ഞ പല കാര്യവും അതിനകത്ത് മാർപ്പാപ്പ എഴുതിയിട്ടുണ്ടെന്ന്. എന്നാലും ഉടനെ വായിക്കണമല്ലോ. ഞാൻ ഉടനെ അത് സംഘടിപ്പിച്ചു വായിച്ചപ്പോൾ എന്തോ ഒരു ഗഹനമായ, എന്തോ ഒരു വിസ്മയാവഹമായ വർണ്ണനയാണ് പരിശുദ്ധാത്മ. ഇതിൻ്റെ മലയാളം അന്ന് കേരളത്തിൽ ആരും തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഞാനാണ് തർജ്ജമ ചെയ്യിച്ച് പബ്ലിഷ് ചെയ്തത്. ഒന്നാലോചിച്ച് നോക്കിയേ, ഇത്രയും പ്രധാനപ്പെട്ട, ചിലപ്പോൾ അന്ന് എല്ലാവർക്കും ഇംഗ്ലീഷിൽ വായിച്ചാൽ മതിയായോ, പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യരെ ആരും പരിഗണിക്കില്ല. നമുക്കത് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവോ? പല കാര്യങ്ങളും മാതൃഭാഷയിൽ തന്നെ നമ്മൾ പഠിക്കണം. ചിലത് മാതൃഭാഷ നമ്മുടെ ഭാഷയിൽ വായിച്ചാലും മനസ്സിലാവില്ല, അപ്പോൾ ഇംഗ്ലീഷ് കൂടി ചേർത്ത് അങ്ങനെ ഞങ്ങളത് മലയാളത്തിൽ തർജ്ജമ ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ കോപ്പി ഇപ്പം ഒന്നും കിട്ടില്ല. അത് PDF ആയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ അയച്ചു തരാം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരുപാട് തരത്തിൽ വർണ്ണിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം വേറെയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രബോധനമുണ്ട്. ഒരു പ്രബോധനത്തിൽ മാർപ്പാപ്പ പറയാണ്, മാലാഖ മറിയത്തോട് പറഞ്ഞു, നീ ഗർഭം ധരിക്കും. എങ്ങനെ ഗർഭം ധരിക്കും? ഞാനൊരു വ്യക്തിയെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ ഉടനെ മാലാഖ പറഞ്ഞു,
പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അങ്ങനെയാണ് നീ ഗർഭം ധരിക്കുക. അപ്പൊ ഇവിടെ ഒരുപാട് കാര്യമുണ്ട് ഇതിന്. ഇവിടെ ജോൺ പോൾ മാർപ്പാപ്പ പറയാണ്, അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം, അവിടെ മറിയത്തിന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം, പരിശുദ്ധാത്മാവ് ഒരു സ്പൗസൽ റിലേറ്റീവ് ആണെന്നും മറിയത്തിനെ ഗർഭം ധരിക്കാൻ എന്ത് വാക്ക് പറയണ കേപ്പബിൾ ആയിട്ടുള്ളതോ മറിയത്തിന്റെ ദൈവപുത്രനെ ജനിപ്പിക്കാൻ പറ്റിയ അത്രയും വലിയ ശക്തിയും മിസ്റ്റിസിസവും നിറഞ്ഞ ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം അവിടെ ക്ലിയറാണ്. ഞാനൊരു വ്യക്തിയെ അറിയില്ലല്ലോ ഗർഭം ധരിക്കാൻ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അവനായിരിക്കും നിന്നെ ഗർഭം ധരിപ്പിക്കുക. നിന്റെ ഗർഭത്തിൽ ജനിക്കാൻ പോകുന്നവൻ വലിയവനായിരിക്കും, അത്യുന്നതനായിരിക്കും, ദൈവപുത്രനായി എക്സെട്ര എക്സെട്ര. അപ്പൊ ഇതെല്ലാത്തിൻ്റെയും ഗർഭധാരണം നടക്കാൻ പോകുന്നതിൻ്റെ ആ ബീജം, ആ എസൻസ് അത് ആരിലുണ്ട്? പരിശുദ്ധാത്മാവിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളൊരു ക്ലാസ്. ഇത് എന്നെ വളരെയധികം പ്രചോദിപ്പിച്ചു. വീണ്ടും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആ പ്രബോധനത്തിൽ മറ്റൊരു സ്ഥലത്ത് പറയാണ്, പരിശുദ്ധാത്മാവിൻ്റെ കർത്താവും ജീവദാതാവും എന്നുള്ള നിലയിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ജീവദാതാവെന്നുള്ള ആ ജീവദാതാവെന്നുള്ള വ്യക്തിത്വത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ഉന്നതമായ പ്രവൃത്തി ദൈവപുത്രനെ മനുഷ്യപുത്രനാക്കി മറിയത്തിന്റെ ഗർഭത്തിൽ ഉരുവാക്കി ജനിപ്പിച്ചു എന്നതിൽ പരിശുദ്ധാത്മാവിന്റെ റോൾ ആണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഓക്കെ, ഇത്രയും മതി തോന്നില്ലേ? ഇത്രയും വെച്ചുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് അധികം അക്ഷരം സ്തുതിക്കേണ്ട, ഒന്ന് കുറച്ചൊരു ലെവലിൽ എന്നെല്ലാവരും അതരം തുറന്ന് ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. നമുക്ക് ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ദൈവപുത്രനെ മനുഷ്യപുത്രനാക്കി സകല മനുഷ്യരെയും ആ പുത്രന്റെ ശരീരത്തിലാക്കിയ പരിശുദ്ധാത്മാവേ, മറിയത്തെ ഗർഭം ധരിപ്പിച്ച വ്യക്തിയായ ദൈവ വ്യക്തിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയുടെ ആ മഹത്വത്തെ, അങ്ങയുടെ ആ വിസ്മരണീയതയെ ആരാധിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, പിതാവിനും പുത്രനും സമനായവനും പിതാവിനോട് കോൺസബ്സ്റ്റാൻഷ്യൽ എസൻസിൽ ഒന്നായവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവരുമായ പരിശുദ്ധാത്മാവെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങേ ആരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ, ഇത്രയെങ്കിലും നിങ്ങൾ എല്ലാവർക്കും അറിയാമോ? ഇത് നിങ്ങളൊന്ന് പഠിച്ചെടുത്തേ. എന്നിട്ട് ഇന്നത്തെ ഗ്രൂപ്പില് നിങ്ങൾ ഇത് പാടി ആരംഭിക്കും. പരിശുദ്ധാത്മാവിനെ
ആരാധിച്ചുകൊണ്ട്. ഈ വാക്കുകൾ നൈസൈൻ ക്രേഡോയിലുള്ള വാക്കുകളാണ്. ഇത് മനസ്സിലായി, നമ്മുടെ ഒരു കവിതയൊന്നും അല്ല. ഒന്നുകൂടി, ശരിക്കൊന്ന് ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ആരാധിക്കുകയും നമ്മുടെ അടുത്ത ഗ്രൂപ്പിൽ നമ്മൾ എല്ലാവരും ചേർന്ന് ആരാധിക്കുകയും ചെയ്യുക. പരിശുദ്ധാത്മാവാ ദൈവമേ ഓക്കെ. ഒരു കാര്യം കൂടി, വിശുദ്ധ ഗിരിഗറി ഓഫ് നസിയാൻസൻ അദ്ദേഹത്തെ പറയുന്നത് ദ തിയോളജിയൻ എന്നാണ് ഇവിടെയെല്ലാം ഈ കാറ്റഗറിയിൽ. അദ്ദേഹം പറയുന്നത് പഴയ നിയമത്തിൽ ദൈവപിതാവിനെ കുറിച്ച് വെളിപ്പെടുത്തപ്പെടുന്നു, പുതിയ നിയമത്തിൽ പുത്രനെ കുറിച്ച് വെളിപ്പെടുത്തുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏത് നിയമത്തിലെ വെളിപ്പെടുത്തണേ? എവിടെയും വേണ്ടത്ര രീതിയിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതിന് കാരണം പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്നത് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് വസിച്ച് പരിശുദ്ധാത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്നത്. എങ്കിൽ മാത്രമേ നമുക്കത് വെളിപാട് കിട്ടുള്ളൂ, മനസ്സിലാവുള്ളൂ. പഴയ നിയമത്തിൽ പിതാവിനെ വെളിപ്പെടുത്തുന്നു, പുതിയ നിയമത്തിൽ പുത്രനെ വെളിപ്പെടുത്തുന്നു. ഈ ഗോസ്പൽ മുഴുവനും അവസാന ഭാഗത്ത് ഈശോ കുറച്ച് ഭാഗം പറയാണ്, അവൻ വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ അപ്പൊ നമ്മൾ ക്രിസ്ത്യാനി ആവുക എന്ന് പറഞ്ഞാൽ പന്തക്കുസ്തായി ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ആണ് ഈ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഈശോയുടെ പരസ്യ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഈ പന്തക്കുസ്താക്ക് ശേഷം സഭയിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങളും അതിനെക്കുറിച്ചുള്ള പഠിപ്പിക്കലുമാണ്. അതാ പരസ്യ ജീവിത കാലത്തല്ല അതിന്റെ പ്രധാന അവസ്ഥ. പന്തക്കുസ്താക്ക് ശേഷം സഭ ഉണ്ടായി കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ സഭയിൽ ജീവിക്കേണ്ടത്? ആ സഭയുടെ സ്ഥാപകനാണ് ഈശോ. ആ സ്ഥാപകൻ തന്നെ അതിൽ വേണ്ട നിർദ്ദേശങ്ങൾ ഈ 3 വർഷത്തെ പ്രബോധനത്തിലൂടെ നൽകുകയും അവസാനം പറഞ്ഞു, ഇനിയും നിങ്ങളോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്ന് പറയണത് വലിയൊരു കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരും. പക്ഷെ ഇത് നമ്മളിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ ഈശോയുടെ മുമ്പിൽ ആരാധിക്കാനിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് എന്താ ചെയ്യാ? നമ്മൾ അവിടെ ഇരുന്ന് കൊന്ത ചെല്ലും, പുസ്തകം വായിക്കും, ഇതൊന്നും ചെയ്യരുത്. എന്തു പറ്റി? എഴുന്നേറ്റ് പോണേ, ഇഷ്ടായില്ലേ? ഓക്കെ. ഇതാണ് ക്ലാസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോകുമ്പോൾ ഷോക്ക് അടിക്കുന്ന മാതിരിയാണ്. ദൈവമേ, ശരിക്കും എനിക്കന്ന് ഷോക്കായിപ്പോയി, പറഞ്ഞത് കൂടി പോയോ. അപ്പോൾ വളരെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈശോയെ രാജാതിരാജനാണ് ഈശോ. ആ ഈശോന്റെ മുമ്പിൽ വരാനൊരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുകയാണ് വിചാരിച്ചോ. അപ്പൊ ഈശോന്റെ മുമ്പിൽ ഇരിക്കുകയാണ്, എന്നിട്ട് അവിടെ ഇരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈശോ ഇയാൾ എന്തിനാ എന്റെ മുമ്പിൽ വന്നത്? എന്റെ മുഖത്ത് നോക്കണില്ല, എന്നോടൊരു കാര്യം സംസാരിക്കുന്നില്ല, എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തരാനുണ്ട്, അത് കേൾക്കുന്നില്ല. ആലോചിച്ച് നോക്കിയ നമ്മള് ഇത്ര കരണ്ട കൊന്തയിടണം, ഇത്ര ആ കൊന്തയിടണം, പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഉടമ്പടി, ആ ഉടമ്പടി, ഈ ഉടമ്പടി, അവിടെ ഇവിടെ, ആ ധ്യാന കേന്ദ്രത്തിൽ പറഞ്ഞു വിട്ടേക്കണത് പ്രാർത്ഥിക്കണം, ഈ ധ്യാന കേന്ദ്രത്തിലെ പുസ്തകം,
കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് പ്രാർത്ഥനയുടെ ഒരു കാലഘട്ടം ആരംഭിച്ചു. പക്ഷെ ഇപ്പൊ എല്ലാ ധ്യാന കേന്ദ്രക്കാളും ഇപ്പൊ ഞാനും നിങ്ങൾക്ക് ഒരു കുറിപ്പ് തന്നുവിട്ടേക്കാണ്. ഇനി ഇത് നിങ്ങളുടെ ഫയലിൽ വന്നു. രാവിലെ എണീറ്റാ ഇത് തോമസ് പോൾ ഈ ഇടയ്ക്ക് വന്നല്ല, അതിനു മുമ്പ് ആ അച്ഛൻ പറഞ്ഞത് ഈ അച്ഛൻ പറഞ്ഞു, ഇതൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഇത് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ കുറെ കെട്ട് കേസുകളായിട്ട് ഈശോന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഇരിക്കാൻ. ഞാൻ പറയണത് അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കണില്ലേ? ആരുടെ മുമ്പിലേ ഇരിക്കണേ? ആരുടെ മുമ്പിലേ ഇരിക്കണേ? രാജോതിരാജൻ ഈ പ്രപഞ്ചത്തെ മുഴുവനും പരിപാലിക്കുകയും സകല മനുഷ്യരെയും സകല ജനതകളെയും വിശദീകരിക്കുന്ന അത്ഭുത പ്രകാശത്തിന്റെ മുമ്പിലാണ്. അപ്പൊ ഈ നല്ല വെയിലത്തൊരു പാറക്കല്ല് കിടക്കാണെങ്കിൽ ആ പാറക്കല്ലിന് എന്ത് സംഭവിക്കും? ചൂടാവും. കുറച്ചു നേരം കൊണ്ട് ആ കല്ല് ചൂടാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴോ ആ കല്ലിൽ നിന്നുള്ള ചൂട് മണ്ണിലേക്ക് പകർന്ന് ഈ മണ്ണിനെ ചൂടാക്കും. ഇതാണ് ഈശോ ആരാധനയുടെ ആദ്യത്തെ ക്ലാസ്. ഈശോയുടെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ മറ്റൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ ഇരുന്നാൽ നിങ്ങൾ ചൂടാകും. ഈശോയുടെ ആ ദിവ്യപ്രകാശം നമ്മുടെ ആത്മാവിന്റെ അന്തരംഗത്തിലേക്ക് പ്രവേശിച്ച് ഈശോ എന്തിനാണോ ഈ പ്രപഞ്ചത്തിൽ വന്നിരിക്കുന്നത് ആ പ്രവർത്തനം നമ്മുടെ ആത്മാവിൽ പ്രവർത്തനം ആരംഭിക്കും. നിങ്ങൾ വെറുതെ ഇരുന്ന് നോക്കുന്നു. പക്ഷെ നമ്മൾ കല്ലല്ലോ. നമ്മൾ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. വിശുദ്ധ വിയാനി പുണ്യവാളന്റെ ഒരു പ്രധാനപ്പെട്ട ഇതാണ്. ഒരു കർഷകൻ പോകുന്നു. ആ കർഷകൻ അവിടെ സർക്കാരിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് നോക്കണം. പിതാവ് ചോദിച്ചു, നീ എന്താ ചെയ്യണേ? ഞാൻ അവിടത്തെ നോക്കുന്നു, അവിടെ തന്നെ നോക്കുന്നു. അപ്പോ നമ്മുടെ ആരാധനയിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരിചരിച്ച് നോക്കുകയും, നമ്മൾ കുറെ കരുണ കൊണ്ടോ അതിനോട് ക്ഷമിക്കണേ, ഞാൻ ഫൗസ്റ്റീനയോട് ശത്രുവൊന്നുമല്ല. ഈ കരുണ ഇതെല്ലാം ചെല്ലണോ? പക്ഷെ ആരാണ് ഈ കരുണ? ഈ ദിവ്യകാരുണ്യനാഥൻ കരുണ കട്ടയാണോ? ഈ കരുണാനിധിയായ ദിവ്യകാരുണ്യനാഥനെ നമ്മൾ ഭക്ഷിച്ചിട്ട് കരുണ വിട്ടില്ലേ? ഇനി കരുണയുടെ ചിത്രത്തെ നോക്കിയിരുന്നാലേ കരുണ കിട്ടുള്ളൂ. എന്താ ചിന്തിക്കണേ? ആ ചിത്രത്തെ നോക്കണതോ ആ ചിത്രത്തിന്റെ പിന്നിലുള്ള കരുണാസാഗരമായ കർത്താവ് ഈശോ മിശിഹ തന്റെ രക്തം കൊടുത്ത് നമുക്ക് വേണ്ടി കരുണ തന്ന ആ കുർബാന, ആ ഈശോ മിശിഹ തന്നെ നമ്മളിൽ എഴുന്നള്ളി വന്നപ്പോ കരുണ കിട്ടിയോ? എപ്പോഴാ കരുണ കിട്ടണേ? പറയും. ഇതിലേതിലാണ് കരുണ കിട്ടണേ? അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോ ഫൗസ്റ്റീനയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തായിരിക്കാം. എന്തിനു പറയണു? കഴിഞ്ഞ ഒക്ടോബർ 4-ാം തീയതി ഒരു കോയിൻസിഡൻസ് ആയിട്ട് ഞാൻ ലിത്വേനിയയില് ഈ സ്ഥലത്തുണ്ടായിരുന്നു. ഇത് അവിടെ വെച്ചിട്ടാണ്, പോളണ്ടിലല്ല ഈ കരുണയുടെ ചിത്രം ഫൗസ്റ്റീനയ്ക്ക് കാണിച്ചു കൊടുത്തത്. ലിത്വേനിയയിൽ വെച്ച് സ്ഥലത്തിന്റെ പേര് വില്ലിസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ വില്ലിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ മഠത്തില് ഒരു കോർണറില് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ എന്ത് കാരണം വെച്ചാൽ അന്നാണ് ഞാൻ അവിടെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവരെല്ലാവരും എന്നെ അവിടെ കൊണ്ടുപോയി. ആ കരുണയുടെ ഒറിജിനൽ ആദ്യത്തെ ചിത്രം വില്ലിസിലാണ്. എന്ത് പറയാനാ, ഇതിന്റെ ഇടയിലും പൊളിറ്റിക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോ. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫൗസ്റ്റീനേനെ അവിടെ നിന്ന് പോളണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കിയപ്പോ ഈ വില്ലിസിലുള്ള മടക്കാര് ആ പിക്ചർ കൊടുത്തുവിട്ടില്ല. ഇതിവിടെ വെച്ചുണ്ടായത്, ഈ പിക്ചർ ഇവിടെ വേണം. അങ്ങനെ വില്ലിസില് കരുണയുടെ ഒരു ചാപ്പലുണ്ട്, ഈ ഒറിജിനൽ ചിത്രത്തെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചാപ്പൽ.
അതിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് ഈ പിക്ചർ കാണിച്ചു കൊടുത്ത ആ വെളിപാട് കിട്ടിയ ആ ഓപ്പറേഷൻ മഠം അതിപ്പോ ഒരു പിൽഗ്രിം സെന്റർ ആയിട്ട് മാറി. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ലിത്വേനിയയിലും വിൽനസിലുമാണ് ഈ ഇതൊക്കെ നടന്നെന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും കേട്ടില്ല. നമ്മൾ കേട്ടേക്കണത് മുഴുവനും പോളണ്ടിനെ കുറിച്ചാണ്. എന്നാൽ പോളണ്ടിലല്ല ഇതൊക്കെ സംഭവിച്ചത്. അപ്പോ അവിടെ വെച്ച് അന്നത്തെ കുർബാനയിൽ പ്രസംഗിച്ച അച്ഛൻ ലിത്വേനിയൻ ലാംഗ്വേജിൽ പ്രസംഗിച്ചത് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പൊ അച്ഛൻ പറയാണ്, ശരിയാണ് ഇതെല്ലാം, കരുണയുടെ ഈ വെളിപാടെല്ലാം കിട്ടിയെങ്കിലും പിന്നീട് കാലത്ത് ഫൊസ്റ്റീനയുടെ മറ്റൊരു ഡയറിയുടെ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, ആ ഫൊസ്റ്റീനയുടെ കുമ്പസാരക്കാരനും സ്പിരിച്വൽ ഡയറക്ടറും എല്ലാം അപ്രൂവ് ചെയ്തിരിക്കുന്നതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: അവസാനം ഈ പിക്ചറിൽ നോക്കിയിട്ട് അവർക്കൊരു സമാധാനം ആവുന്നില്ല. അവസാനം കർത്താവ് പറഞ്ഞു, ജീവന്റെ അപ്പമായ ഞാനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രം. അതുകൊണ്ട് നീ എന്നിൽ ശ്രദ്ധിക്കുക, എന്നിലേക്ക് വരിക, എന്നിൽ നിന്നും പൂർണ്ണത ലഭിക്കും. ഇതിപ്പോ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് പിന്നീട് ഫൊസ്റ്റീന ഈ ദിവ്യകാരുണ്യത്തെ ആഴമായി ആരാധിക്കാനും അപ്പോഴാണ് അവരുടെ ആത്മാവിൽ കൂടുതൽ ഒരു സംതൃപ്തി ഉണ്ടായെന്ന് ഈ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടു. ഇത്രേ പറയാനുള്ളൂ. ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഇത് തന്നെയാണ് എൻ്റെയും ഒരു ഉൾക്കാഴ്ച. എന്താണ്? യൂക്രിസ്റ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. 1324 അല്ലേ? 1324 കറക്റ്റ്, 324 കണ്ടോ? ഈ നമ്പറുകൾ വരെ കർത്താവിനെ ഓർമ്മിക്കുകയാണ്. വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിന്റെ ആകെ ഉറവിടവും അത്യുച്ഛ കോടിയുമാണ്. ഇത് രണ്ടാം വത്തിക്കാൻ സൂനകദോസിലെ ഒരു പ്രമാണ രേഖയാണ്. 134 ലൂമൻ ജൻഷ്യൻ 13-11 കണ്ണിയിൽ പറയുന്നത് സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. അതായത് ദിവ്യ കരുണയുടെ ഏറ്റവും വലിയ ഉറവിടം ആരാവുന്നു? ദിവ്യകാരുണ്യ ഈശോ ആവുന്നു. ആ ഈശോയുടെ പടം വെച്ചത് കൊണ്ടോ ഒന്നുമല്ല. ആ ഈശോ തന്നെ തൻ്റെ മനുഷ്യാവതാരം, പീഠാനുഭവം, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം എന്നല്ല തൻ്റെ വീണ്ടും വരവിൻ്റെ തന്നെ അച്ചാരം നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെ നമ്മിൽ എഴുന്നള്ളി വന്നുകൊണ്ട്, ഞാൻ നിനക്ക് എൻ്റെ കരുണ മുഴുവനും അവസാനത്തുള്ളി രക്തം ചിന്തിയിട്ട് നിനക്ക് ഞാൻ തരുന്നു. ഇതിലാണ് നമ്മൾക്കുണ്ടാകേണ്ട ബോധ്യം. എല്ലാം ചെല്ലിക്കോ, കാരണക്കൊന്തൊക്കെ ചെല്ലിക്കോ. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, കരുണ കൊന്തോണ്ടോ പടം കൊണ്ടോ അല്ല. കരുണ ഈ നിത്യനായ ഈശോ മിശിഹായുടെ ജീവരക്തം ഒഴുക്കിക്കൊണ്ട് നമുക്ക് സമ്മാനിച്ചതാണെന്ന് മനസ്സിലാക്കണം. ഒരു മിനിറ്റൊന്ന് കണ്ണടച്ചുകൊണ്ട് നമുക്ക് ഈ സത്യത്തെ ഒന്ന് സ്വീകരിക്കാം. ദിവ്യകാരുണ്യനാഥ
ക്രൈസ്തലമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പാട്ടൊക്കെ അറിയാമോ? പക്ഷെ ഇത് ആരെഴുതിയതാണെന്ന് അറിയില്ല അല്ലേ? അതറിയണ്ട. ഓക്കെ. അപ്പോൾ ആദ്യകാലങ്ങളിൽ എനിക്ക് കർത്താവ് തന്ന ചില വരികളാണ് ഈ പാട്ട്. ഇത് ഈ തോമസ് പോൾ എഴുതിയ ഗാനമാണ്. അപ്പൊ നിങ്ങൾ ആരുടെ കൂട്ടി അത് പാടണേ? എനിവേ, ഇതാണ് അതിൻ്റെ സത്യം. നമ്മൾ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ, ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വലിയ രഹസ്യമാണ് അവിടെ. അവിടെ വേറെ ഒന്നും, എനിക്കൊന്നും വായിക്കാൻ തോന്നാറില്ല. ബൈബിള് പോലും ഞാൻ അവിടെ വായിക്കാൻ പറ്റണില്ല. എനിക്ക് ആ ഈശോയും എൻ്റെ ഹൃദയവുമായിട്ട് ഒരു മുപ്പിരിച്ചരട് കൊണ്ടങ്ങ് മുറുക്കി, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് മോനെ. ഈശോ പറഞ്ഞ ചില വാക്കുകൾ ഓർമ്മ വരും. ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ഇവയെല്ലാം ഒളിച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടു. അതായിരുന്നു ദൈവം. അപ്പൊ ഇങ്ങനെ ഈശോ വന്നിരിക്കുന്നത് പിതാവിൻ്റെ സകല സമ്പത്തും സകല രഹസ്യങ്ങളും നമുക്ക്, തൻ്റെ സഹോദരരായ നമുക്ക്, ഈശോ നമ്മുടെ സഹോദരനാണ്. കാറ്റഗിസം 469. ഞാനിത് ആദ്യകാലങ്ങളിൽ പറയും, പിന്നെ ഈശോ നമ്മുടെ സഹോദരനാണ്. നമ്മൾ ഈ പാപിയും ബലഹീനായവന് ഈശോ ഇത്രയും. അപ്പൊ ഞാൻ കാറ്റഗിസത്തിൽ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ ആൾക്കാർ അന്തം വിടാണ്. എൻ്റെ ദൈവമേ, അങ്ങനെ എഴുതിയിട്ടുണ്ടോ? 469. തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണ് എന്ന് സഭ ഏറ്റുപറയുന്നു. അതാണ് കാൽസിഡോണിയൻ സിനഡിന്റെ തൻ്റെ ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരമായി തീർന്നവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. ചിലർ പറയും, ബ്രദറെ എനിക്കൊരു റെക്കമെൻഡേഷൻ പറയാമോ? ആ ഫാക്ടറി മാനേജർ ബ്രദറിൻ്റെ ഫ്രണ്ടല്ലേ? ഇല്ലേ? ഇങ്ങനെയൊക്കെ നമ്മളോട് പറയാറില്ലേ? ഇവിടെ എന്ത് പറയണം? ബ്രദറെ എനിക്കൊരു റെക്കമെൻഡേഷൻ തരാമോ? ആ ഈശോ മിശിഹാ ബ്രദറിൻ്റെ സഹോദരനല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കാമോ? എനിക്കൊരു സഹോദരനുണ്ട്, എന്ത് ചോദിച്ചാലും ചെയ്തു തരും. ഏത് ഫാക്ടറിയിലെ ജോലി വേണം നിനക്ക്? ഈ സകല ഫാക്ടറിയും ഈ എൻ്റെ സഹോദരൻ്റെയാണ്. അതാണ് യേശുവിൻ്റെ രാജകീയത്വം എന്ന് പറയുന്നത്, സോവറിനിറ്റി. നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? നമ്മൾ കിടന്ന് മുട്ടുമ്പോൾ നീന്തന്ന്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ചാക്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കാണാം കുറെ കല്ല്. നമ്മളിതെന്തിനാ? ഇത് കല്ലുമ്പോൾ മുട്ടുകുത്തി നിന്നിട്ടാ പ്രാർത്ഥിക്കണേ. അതെന്തിനാത്? ആ വിശുദ്ധൻ അങ്ങനെ ചെയ്തു, ഈ വിശുദ്ധൻ അങ്ങനെ. അപ്പൊ ഈശോ മിശിഹാ ചെയ്തതൊന്നും പോരെ. ഈശോ മിശിഹാ ചെയ്ത ആ പാപപരിഹാരത്തിനോട് നമുക്ക് ചേർക്കാം വേണമെങ്കിൽ. അത് ശരിയാണല്ലോ ബ്രദറെ. ഈശോ മിശിഹ നമുക്ക് വേണ്ടി ചെയ്ത പാപപരിഹാരത്തെ, ബലിയെയും ഈശോ മിശിഹായുടെ പാടുപീഠയെയും നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ? അതോ നമ്മൾ ചെയ്താലേ ശരിയാവുള്ളൂന്നുണ്ടോ? എനിവേ, അത് കഴിഞ്ഞ് അടുത്ത മാസം ഞാൻ അവിടെ ചെന്നപ്പോൾ ആ ചാക്ക അവിടെ കാണാനില്ല. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോഴല്ലേ മനസ്സിലായത്, ഈശോ മിശിഹ നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തിരിക്കുന്നു.
നമ്മൾ ആ ഈശോയുടെ അടുത്തൊന്ന് ഇരുന്നാൽ മതി. ഇപ്പൊ എൻ്റെ ഭാര്യ ഇപ്പൊ ഇവിടെ ഇല്ല. ഭാര്യ എന്താ ആഗ്രഹിക്കണേ? നിങ്ങളൊന്ന് എൻ്റെ അടുത്ത് വന്നൊന്ന് ഇരിക്കാമോ? അല്ലേ? ഇവിടെ ജീവിത പങ്കാളി ആഗ്രഹിക്കണ എന്താ? എൻ്റെ അടുത്തൊന്ന് ഇരിക്കി. ഇതാണ് ഈശോ ആഗ്രഹിക്കണേ. നമ്മൾ ആരാ? ഈശോയുടെ ജീവിത പങ്കാളിയാ. ഈശോ പറയണ എന്താ? നീ ഒന്ന് എൻ്റെ അടുത്ത് വന്ന് ഇരിക്കി. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, എനിക്ക് നിന്റെ ചില കാര്യങ്ങൾ കേൾക്കാനുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലൊന്ന് ആരാധിച്ച് നോക്കുന്നു. എന്ത് പറയണു? ഒരു ഹൃദയവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ആരാധനയിലുണ്ടാകണം. ആക്ച്വലി പരേലിമോണിയാലിലെ മരിയ അൽക്കോക്കിനാണ് ആ തിരുഹൃദയത്തിന്റെ വലിയ വെളിപാട് കൊടുത്തത്. ഈ തിരുഹൃദയ രൂപം നിങ്ങൾ ഏത് വീട്ടിൽ വെച്ചാലും വലിയ സംഭവമാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിലെ എല്ലായിടത്തും വീടുകളിൽ തിരുഹൃദയ രൂപമുണ്ട്, തിരുഹൃദയ പ്രതിഷ്ഠയുണ്ട്. ഇതെല്ലാം ചെയ്താലും ഇറ്റ് ഈസ് ഫ്രം ദ ഹാർട്ട്. നമ്മുടെ ഹൃദയം ആ ഈശോയുടെ ഹൃദയവുമായിട്ട് വാസ്തവത്തിൽ ഒന്നാകുന്നതിന് വേണ്ടിയാണ് ഈ വെളിപാടൊക്കെ തന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് മാർപ്പാപ്പ ചാക്രിക ലേഖനം തന്നെ പുറപ്പെട്ടിച്ചത്. ആർക്കറിയാം ചാക്രിക ലേഖനമൊക്കെ? അപ്പൊ അതിൽ പറയുന്നത് ആ ഹൃദയമാണ് ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാന വാസസ്ഥലം. ഓക്കെ, അപ്പോൾ ഇത്രയെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ അടുത്ത പ്രാർത്ഥനയ്ക്ക് വരികയാണ്. നമുക്ക് ഒന്നുകൂടി സ്തുതിച്ച് നന്ദി പറയാം. കർത്താവേ, ഈ ഇന്നത്തെ ക്ലാസ് നമ്മളുടെ ആന്തരിക വിശുദ്ധീകരണത്തെക്കുറിച്ചും നമ്മൾ വളരുന്നതിനെക്കുറിച്ചും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ, സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ സ്തുതിച്ച് മറ്റവരെ ഇങ്ങോട്ട് വരുത്തില്ല, നമ്മളിവിടെ നിർത്താം. മോനെ ഓഫ് ചെയ്തോ.